നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 എന്ന് പറയപ്പെടുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്താൻ പോകുന്നതാണ്. നമ്മുടെ PV അൻവർ MLA CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച് MLA ആയി മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോൾ ആ അൻവർ തന്നെ CPMനെതിരെ അവർക്കെതിരായി പ്രസംഗം ചെയ്യുമ്പോഴുമൊക്കെ അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന ചിലരുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ മുമ്പ് ഒരു വീഡിയോ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ അൻവറിനെ പുറത്താക്കിയ CPMൽ നിന്നും ഒരിക്കലും UDFലേക്ക് പോകാനുള്ള സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അന്ന് അൻവറിൻ്റെ യാത്ര എന്ന് പറയപ്പെടുന്നത് UDFലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക്, അതുമല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന മുസ്ലിം ലീഗിലേക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ അന്നത്തെ വാർത്തയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത് അൻവർ BJPയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ BJPയിലേക്ക് എത്തപ്പെടും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ 2026 BJP ഉന്നമിടുന്നത് 25 സീറ്റാണ് എന്ന് അൻവറിൻ്റെ വാക്കുകളുണ്ടായിരുന്നു. അതായത് ചന്തമുക്കിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയപ്പെടുന്നത് ഇന്ന് സംഘപരിവാർ ആഘോഷമാക്കുകയാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതായത് അന്ന് അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചന്തമുക്കിൽ നടത്തിയ പ്രസംഗത്തിൽ 2026 BJP ഉന്നമിടുന്നത് 25 സീറ്റാണ് കേരളത്തിൽ നിന്നും. 2031 ആകുമ്പോഴത്തേനും അവർ കേരളത്തിൽ അധികാരത്തിലേക്ക് വരും എന്നുകൂടി ഉറപ്പിച്ചു പറയുവാൻ PV അൻവർ നടത്തിയ ആ ശ്രമം, PV അൻവറിൻ്റെ യാത്ര എങ്ങോട്ടാണ് എന്നുള്ള സൂചനകൾ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ അനുമാനിക്കാം. വളരെ സ്ലോ ആയും സ്റ്റഡിയായുമുള്ള ഒരു യാത്രയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അൻവറിൻ്റെ പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ ആ വാക്കുകൾ ഇപ്പോൾ BJPക്കാർ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. ചന്തമുക്ക് പ്രസംഗം ഇപ്പോൾ സംഘപരിവാർ ആഘോഷമാക്കുകയാണ്. ഇനി PV അൻവർ പറഞ്ഞ വാക്കുകളിൽ ഈ PV അൻവർ MLAയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഇതുവരെയും ആർക്കും വ്യക്തതയില്ല എന്നുള്ളതാണ്. UDFൽ കണ്ണുവച്ചാണ് നീക്കങ്ങൾ എങ്കിലും സർവത്ര സ്വതന്ത്രനാണ് താനെന്ന വിധത്തിലാണ് അൻവർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ചന്തമുക്കിൽ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിൽ CPMനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അൻവർ ഉന്നയിച്ചത്. എന്നാൽ BJPക്കാർക്ക് അത് ആവേശം പകരുന്ന കാര്യങ്ങൾ കൂടി ആ പ്രസംഗത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തി എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന് PV അൻവർ MLA കരുതുകയാണ്. ഇതൊക്കെ BJP പ്രൊഫൈൽ ഇപ്പോൾ ഏറ്റെടുത്തിട്ട് സൈബറിടത്തിലൊക്കെ ഇത് വലിയ ആഘോഷമാക്കുകയാണ്. BJPക്ക് തിരക്കില്ല, വളരെ സാവധാനം. കേരളത്തിൽ അവർ വളരുന്നതെങ്കിലും BJPയുടെ സ്ഥിരതയുള്ള വളർച്ചയാണ് എന്നുകൂടി അൻവർ അത് ചൂണ്ടിക്കാട്ടി. അതാണ് BJPക്കാർക്ക് ഏറ്റവും അധികം സന്തോഷകരമായത്. BJPയുടെ പദ്ധതി എന്ന് പറയപ്പെടുന്നത് എന്താണ് എന്ന് അൻവർ വ്യക്തമാക്കുകയാണ്. അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘപരിവാറുകാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. സംഘപരിവാർ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഇവിടെ നടപ്പിലാകാൻ പോകുന്നതേയുള്ളൂ എന്നാണ് അൻവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതായത് 2026 തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP ഉന്നമിടുന്നത് ഏകദേശം 25 സീറ്റാണ്. അതവർ നേടുക തന്നെ ചെയ്യുമെന്ന് കൂടി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. സംശയം കൂടാതെ അൻവർ അത് ആധികാരികമായി പറയുകയാണ്. അപ്പോൾ 2031 ആകുമ്പോഴത്തേനും അവർ സംസ്ഥാനത്ത് അധികാരത്തിൽ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ വാക്കുകളെന്ന് അൻവർ സൂചിപ്പിക്കുമ്പോൾ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നില്ലേ? ഈ പറച്ചിലുകൾക്ക്, ഈ പ്രസംഗത്തിന്, ഈ വ്യക്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ നിന്ന്, അൻവറിൻ്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും എന്തൊക്കെയോ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് 2026 തിരഞ്ഞെടുപ്പിൽ 25 സീറ്റും 2031 ആ സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വരുമെന്നൊക്കെ ഉറപ്പിച്ചു പറയാൻ മാത്രം എന്ത് കാര്യങ്ങളാണ് വളരെ കൃത്യമായി അൻവറിന് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അൻവറിനെ ആരെങ്കിലും മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് അൻവർ പറഞ്ഞു വെക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും BJP അധികാരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അൻവർ പറഞ്ഞ കാര്യം തള്ളിപ്പറയേണ്ടതില്ല എന്ന് തന്നെയാണ് സംഘപരിവാറുകാർ ഇപ്പോൾ പറയുന്നത്. അവർ ആ അൻവറിൻ്റെ പ്രസംഗമൊക്കെ ഇപ്പോൾ വല്ലാതെ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് BJPയുടെ കേന്ദ്ര നേതൃത്വം വിശാലമായിട്ടുള്ള പ്ലാനോടുകൂടിയാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നതാണ് അൻവറിൻ്റെ പ്രസംഗം എന്ന് പറയപ്പെടുന്നത്. എന്തായാലും സംഘപരിവാറുകാരെ എതിർക്കാൻ തുനിഞ്ഞിറങ്ങിയ PV അൻവറിൻ്റെ പ്രസംഗം ഇപ്പോൾ സൈബറിടത്തിൽ BJPക്കാർക്ക് ആവേശം പകരുന്നതായി മാറുന്നു എന്നുള്ളതാണ്. അതേസമയം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPMനേറ്റ കനത്ത തിരിച്ചടിയാണ്. ആ തിരിച്ചടി എങ്ങനെയുണ്ടായി എന്ന് അന്വേഷിക്കേണ്ടതാണെന്ന് അൻവർ ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞുവെന്ന കാര്യം പാർട്ടി പരിശോധിച്ചിട്ടില്ല. ജനസമ്മതി ഉണ്ടായിരുന്ന ശൈലജ ടീച്ചർക്ക് പോലും എന്തുകൊണ്ട് വോട്ട് കിട്ടിയില്ല എന്നടക്കം അൻവർ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനൊരു മറുപടി കൊടുക്കുവാൻ പിണറായിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിണറായി പേടിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള കാര്യം കൂടി MLA കുറ്റപ്പെടുത്തുകയാണ്. കാരണം എന്തുകൊണ്ട് ശൈലജ ടീച്ചറിനെ അവിടെ നിർത്തി തോൽപ്പിച്ചു എന്നുള്ള കാര്യം. ഒപ്പം തന്നെ അൻവർ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുവാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുമ്പോഴും അൻവർ പറയുന്നത് താനൊരു പാർട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ജനങ്ങൾ എപ്പോഴെങ്കിലും ഒരു പാർട്ടിയായി മാറിയാൽ അവരുടെ ഒപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല.
നാളെ ഏതെങ്കിലും ഒരു തെരുവിൽ താൻ മരിച്ചു വീണേക്കാം. അങ്ങനെ ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണമെന്നും യുവാക്കൾ പിന്മാറരുതെന്നും ഉള്ളൊരു ആഹ്വാനം കൂടി അൻവർ കഴിഞ്ഞ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് ഒരു പാർട്ടി ഉണ്ടാക്കുവാനുള്ള എന്തായാലും ഒരു തരത്തിലുള്ള ആഗ്രഹവുമില്ല. അങ്ങനെ ഒരു ആഗ്രഹവുമില്ലാതെ പല പാർട്ടികളും ക്ഷണിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിലേക്ക് പോകുന്നില്ല എന്ന് കൂടി പറയുമ്പോഴും എവിടെയോ അദ്ദേഹം മറ്റാരെയോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ഒരു ജനം പാർട്ടിയായി മാറിയാൽ അവരോടൊപ്പം നിൽക്കാമെന്ന് പറയുമ്പോഴും ആ പാർട്ടി ഏതാണ്, ഏത് പാർട്ടിക്കൊപ്പം നിൽക്കണമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് താൻ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ തനിക്ക് എന്ത് ലാഭമെന്നൊക്കെ അദ്ദേഹം ചോദിക്കുമ്പോഴും സകല നേതാക്കന്മാരെയും മന്ത്രിസഭയ്ക്കകത്തും പുറത്തുമൊക്കെ അരച്ചു കലക്കി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകാതെ സംസാരിക്കുമ്പോഴും താൻ ഏത് പാർട്ടിയിലേക്ക് പോകണം, താൻ ഏത് പാർട്ടിയുമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന അൻവറിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യം ബാക്കിയുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നരേന്ദ്രമോദിയുടെ BJPയെയും RSSനെയുമൊക്കെ വല്ലാതെ പുകഴ്ത്താൻ അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഇവിടെ കക്കാടംപൊയിൽ പാർക്ക് പ്രവർത്തിക്കുന്നതിന് പ്രശ്നമില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി റിപ്പോർട്ട് കൊടുത്ത സാഹചര്യത്തിൽ പക്ഷേ ഇപ്പോൾ അതിനെ പൊളിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ചില സ്ഥലങ്ങളെന്ന് പറയപ്പെടുന്നത് സ്റ്റെബിലൈസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച പ്ലാൻ വരച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെയും അതിനൊരു തീരുമാനമായിട്ടില്ല. ഈ സമയത്താണ് ഇപ്പോൾ ഈ അൻവർ ജനങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരു IPS ഉദ്യോഗസ്ഥൻ ഈ അൻവറിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ആ IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് ചുറ്റുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കീഴിൽ 25 കൊല്ലം സേവനം നിന്നോളാമെന്നും എല്ലാ കാര്യങ്ങളിലും എന്നോട് ചോദിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാനാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതൊക്കെ പറയുന്ന തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നുണ്ട് ആ IASകാരൻ. പക്ഷേ ആ IASകാരൻ്റെ ആ വാക്കുകൾ പോലും വിലക്കെടുക്കുവാനോ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനോ അൻവർ തയ്യാറല്ല എന്നാണ് അൻവർ അവിടെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അൻവർ പോയി കഴിഞ്ഞാൽ മറ്റൊരു അൻവർ ഉണ്ടാകണം. ചെറുപ്പക്കാരായ നിങ്ങൾ വീണ്ടും ഉണർന്നടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ പോരാട്ടം നമുക്ക് വേണ്ടിയാണ് പോരാടേണ്ടതെന്നും ഈ പോരാട്ടം അവസാനിപ്പിക്കരുതെന്നും പറയാനാണ് അൻവർ ശ്രമിച്ചത്. പക്ഷേ അൻവറിൻ്റെ വാക്കുകളിൽ UDFO മുസ്ലിം ലീഗോ എന്നും കാണുന്നില്ല എന്ന് പറയുമ്പോഴും UDF പ്രതീക്ഷിക്കുന്നുണ്ട് അൻവർ കോൺഗ്രസിലേക്ക് മടങ്ങി വരുമെന്ന്. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട് അൻവറിൻ്റെ ഇപ്പോഴത്തെ ഈ സ്റ്റാറ്റസിൽ തിരികെ അല്ലെങ്കിൽ അദ്ദേഹം ഈ മുസ്ലിം ലീഗിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 2031 കേരളം ഭരിക്കാൻ തയ്യാറെടുക്കുന്ന BJPയോടൊപ്പം പോകുവാനുള്ള സാധ്യത തന്നെയാണ് അൻവറിനുള്ളതെന്ന് പറയേണ്ടി വരുന്നു. പക്ഷേ അൻവർ പറഞ്ഞ ആ വാദഗതികൾ ശരിവെക്കുന്ന തരത്തിലാണുള്ള യാത്രയാണ് ഇപ്പോൾ BJPക്കുള്ളിൽ നടക്കുന്നത്. BJP വരുന്ന തിരഞ്ഞെടുപ്പിൽ 2026, 25, 2031 ഒരു 80 സീറ്റുകളും നേടി കേരളം ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.